അമ്പട വേണുക്കുട്ടാ, നിന്റെ കാല എന്തല്ലോ ഓടിക്കും. ആഹാ, എന്റെ മോളെ നിന്ന് അയ്യോ, നിങ്ങളായിരുന്നോ? നിങ്ങൾ എന്തിനാ ഇവിടെ വന്നിരുന്നേ? ഞാൻ ആ വേണുക്കുട്ടനാണെന്ന് വെച്ചാ ഇത്രയും വലിയ അടി. ഞാനാണെങ്കിലും നീ അടിക്കുമായിരുന്നല്ലേ? നിങ്ങൾ ഇത് എവിടെ പോയിരുന്നു? വശീകരണ ഭസ്മം തന്ന സിദ്ധനെ ഞാൻ തലശ്ശേരി പോയി കണ്ടു. ആ, എന്നിട്ട് മറുവിദ്യ ചെയ്ത് ഒരു കലശത്തിലാക്കി തരും. അവൻ ആ കലശം മറികടന്ന അതോടെ ബന്ധം മുറിയും. അതിനു മുമ്പ് രാത്രിയിൽ ഇവൻ ഏത് വഴിയിലൂടെയൊക്കെ സഞ്ചരിക്കുന്നെന്ന് അറിയാനാ ഞാൻ ഇവിടെ വന്നിരുന്നത്. 2-3 ദിവസത്തിന് ഞാൻ കലക്കി കൈ തരാം. അതിനു മുമ്പ് നീ എന്റെ തല അടിച്ച് കളിക്കില്ലേ? 2-3 ദിവസം 3 ദിവസം പോയിട്ട് ഒരു നിമിഷം കാത്തിരിക്കാൻ പറ്റില്ല. ഇതിന് മറമരുന്ന് ഒന്നേ ഉള്ളൂ. എത്രയും വേഗം കൊച്ചുവിഷനുമായിട്ടുള്ള കല്യാണം ഉറപ്പിക്കണം. അതിന് ബന്ധമൊന്നും മുറിച്ച് കിട്ടണ്ടേ? നേരെ ഒന്ന് വെളുത്തോട്ടെ. ഈ പാർക്കുട്ടിയുടെ ചോണ നിങ്ങൾ കണ്ടോ? വാ, എഴുന്നേറ്റ് വന്നേ. അയ്യോ, എന്റെ പുതപ്പ്. ആ, നിക്ക്. ആർക്കാ ഇത്? കൊച്ചുവിഷ്ണു ചേട്ടനാ. ആ, ഇനിയിപ്പൊ ഇതൊന്നും നീ ചെയ്യണ്ട. അവന്റെ കാര്യങ്ങളൊക്കെ നോക്കാൻ ഇവിടെ കാർത്തിയുണ്ട്. എന്താ ചുറ്റും ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നത്? ആ, ഇങ്ങനൊക്കെ പറഞ്ഞാലേ പറ്റൂ. പാവം പോലെ നിന്നാലേ ഞാനും എന്റെ മോളും ദേ വരയ്ക്കേണ്ടി വരും. കാർത്തികേ, എടി കാർത്തികേ, ഈ പെണ്ണ് എവിടെ പോയി കിടക്കുന്നോ? എടുക്ക, പോത്ത് പോലെ കിടന്നുറങ്ങിക്കോ. സൂര്യൻ ഉച്ചിലായി. ഈ ചായ നിന്റെ കൊച്ചുവിഷൻ എനിക്ക് വയ്യമ്മേ. ഒരൊറ്റ വീക്കുച്ചതല്ലോ. പറയുന്ന അനുസരിച്ചാണോ? കൊണ്ടക്കൊട. നീ എന്തിനാണ് പുറപ്പാടാ? ഇന്ന് മുതൽ കാപ്പിയും ചായയും കാർത്തി കൊണ്ട് കൊടുക്കുന്നു കൊച്ചുവിഷന്. അതിനിപ്പോ എന്താ? മോളെ, എന്റെ കുഞ്ഞിനെ ഞാൻ ഇന്ന് വരെ കരയിച്ചിട്ടില്ല, അറിയാവോ? കൊച്ചുവിഷന്റെ കാര്യത്തിൽ എന്റെ കാർത്തിയുടെ കണ്ണ് തന്നെ ഞാനും സമ്മതിക്കില്ല. അവര് തമ്മിലുള്ള കല്യാണമേ നടക്കൂ. അത് നിശ്ചയിക്കേണ്ട നീയാണോ? ആ, ഞാൻ നിശ്ചയിച്ചു. എനിക്ക് പെൺപിള്ളേര് 3. 3 ആയാലും 4 ആയാലും ശരി. കൊച്ചുവിഷന്റെ കാര്യത്തിൽ നിങ്ങൾ വഴക്കുണ്ടാക്കണ്ട. അവന്റെ കാര്യം ഞാൻ തീരുമാനിച്ചു കഴിഞ്ഞു. നീ എന്തോന്നാ തീരുമാനിച്ചത്? ഓ, ഒരു തീരുമാനക്കാരി. കണ്ണേറ്റിങ്ങരയിലെ ഇളയ മോള് ഞാനാ. മൂത്ത ഏട്ടന്റെ മോനെ ഇളയ അനിയത്തിയുടെ മോളെ കെട്ടും. ഓ, അവളുടെ ഒരു ഓർഡർ. ആരെ കെട്ടണമെന്ന് പെണ്ണും ചെറുക്കന് തീരുമാനിച്ചോളും കേട്ടോ. തീരുമാനിക്കാനൊന്നുമില്ല. എന്റെ മോളുടെ കല്യാണമേ നടക്കൂ. നിർത്താനാ പറഞ്ഞത്. എല്ലാം ഞാൻ കേട്ടു. ഈ കണ്ണേറ്റിങ്കരയിൽ ഇതുവരെ ആരുടെ നാമത്തിനും പൊങ്ങിട്ടില്ല. എന്റെ കണ്ണറിയുന്നവരെ ഞാൻ അതിനെ സമ്മതിക്കില്ല. മിണ്ടരുത് നീ. എന്താ നിങ്ങളുടെയൊക്കെ ഭാവം? കൊച്ചുകൃഷ്ണൻ ആരെ കല്യാണം കഴിക്കണമെന്നുള്ള കാര്യം ഞാൻ തീരുമാനിച്ചു കഴിഞ്ഞു. എടാ വേണക്കുട്ടാ, ആ ജോത്സ്യനെ വിളിച്ച് അടുത്തുള്ള മുഹൂർത്തം നോക്കി കുറിച്ചോളാൻ പറയൂ. ഈ തറവാട്ടിലെ ആദ്യത്തെ ചെറുമോള് രാധികയുടെ കഴുത്തിൽ കൊച്ചുകൃഷ്ണൻ മിന്നു കെട്ടും. എന്താ വിളിച്ചു വയ്ക്കുന്നത്? പറഞ്ഞത് കേട്ടില്ലേ? അങ്ങോട്ട് നടക്കൂ. എടി, നീ തന്നെ കൊണ്ടുകൊടു. ഞങ്ങൾക്ക് വേണ്ടേ? എന്താണ് ഇത്ര വിളിക്കാനുള്ളത്? അനുഭവിക്കണം. ഇനി ഇവിടെ നിന്നിട്ട് വലിയ കാര്യമൊന്നുമില്ല. വീട് പറ്റാൻ നോക്കാം. നോക്ക്, കൊച്ചുകൃഷ്ണേട്ടന്റെ പെട്ടിന്ന് കിട്ടിയതാ. അമ്മേ, ഈ തറവാടിന്റെ അന്തസ്സിനെ കുറിച്ച് അവൻ എന്തെങ്കിലും ഒരു ചിന്തയുണ്ടായിരുന്നെങ്കിൽ ഇങ്ങനെ ചെയ്യുമായിരുന്നോ?
അവന്റെ ഉരുണ്ടുകളി കണ്ടപ്പോഴേ എനിക്ക് സംശയം തോന്നിയതാണ്. അമ്മയോട് ഞാൻ അന്നേ പറഞ്ഞില്ലേ അവനെ പറക്കാനൊന്നും വിടണ്ടെന്ന്. എത്ര രൂപയാ ചെലവായത്? എന്നിട്ട് ആർക്കെങ്കിലും പ്രയോജനപ്പെട്ടോ? അവൻ ശുദ്ധനാണ്. അവള് വല്ല കൈവശവും കൊടുത്തു കാണുമെന്നാണ് എന്റെ സംശയം. അവളുടെ ഒരു മുടി കിട്ടിയാൽ മതിയായിരുന്നു. ഒരു ചെറിയ പ്രയോഗത്തിലൂടെ രണ്ടും രണ്ട് പാത്രമാവും. ഒന്നും മിണ്ടാതിരിക്കുന്നുണ്ടോ? നിങ്ങളുടെ ഒരു കർമ്മം. ഒരു പെണ്ണിന്റെ പടം കിട്ടിയെന്ന് വെച്ച് ഇത്രയും ബഹളം ഉണ്ടാക്കാനുണ്ടോ? അവൻ വരട്ടെ, നമുക്ക് ചോദിക്കാം. വെറുതെ ചോദിച്ച് നാർന്ന എന്തിനാ? അവൻ ഈ പെണ്ണിനെ തന്നെ മതിയെന്ന് പറഞ്ഞാലോ? അഹങ്കാരി. അമ്മായി ജീവിച്ചിരിപ്പുണ്ടെന്നൊരു തോന്നല് പോലും അവൻ ഉണ്ടായില്ലല്ലോ. അതെങ്ങനാ? തന്ത ഇല്ലാതെ വളർന്നവനല്ലേ? താന്തോ ന്യായാതിരിക്കുവോ? മേന്നെ, ഞാനിവിടെ ഉണ്ടെന്നുള്ള കാര്യം മറന്നോ? കണ്ണേറ്റിങ്കർ തറവാട്ടിൽ തന്തയില്ലാതെ ആരും ജനിച്ചിട്ടില്ല. കൊച്ചുകൃഷ്ണനെ വളർത്തിയത് ഈ കുഞ്ഞുകുട്ടിയമ്മയാണ്. അമ്മേ, ചേട്ടൻ വിഷമം നിർത്ത്. എന്റെ മക്കളെ വളർത്തിയതും പഠിപ്പിച്ചതും കല്യാണം കഴിപ്പിച്ച് കൊടുത്തതും ഒക്കെ ഞാനാണ്. അതുപോലെ കൊച്ചുമക്കളെ വളർത്താനും അവരുടെ തീരുമാനങ്ങൾ എടുക്കാനും എനിക്കറിയാം. അനുസരണം ഇല്ലാത്തവരെ ആരെയും ഞാൻ ഈ പടി കേട്ടിട്ടുമില്ല. അനിക്കുട്ടി, ഞാൻ നോക്കി എന്തൊക്കെയാ കൊണ്ടുവന്നിരിക്കുന്നത്. ആ കാർത്തികേ, രാധികക്കാണ്. രാധികേ, ഷോപ്പിങ്ങിന് പോയപ്പോ ആരെയും കൂട്ടാൻ പറ്റിയില്ല. എല്ലാവർക്കും ഓണക്കോടി എടുത്തിട്ടുണ്ട്. രാധികേ, എന്താ ഇവിടെ പ്രശ്നം? എന്തായാലും ഒന്നും മിണ്ടാത്തത്? എടാ, നീ ഇനി അവളോട് ഒരക്ഷരം സംസാരിക്കണ്ട. കയറിപ്പൊടിയാത്ത്. ഈ കുടുംബത്തിന്റെ മാനം കെടുത്താൻ തന്നെയാണോ നിന്റെ തീരുമാനം? അവിടെ എവിടെയും തൊടാതെ സംസാരിച്ചാൽ എനിക്ക് മനസ്സിലാവില്ല. കാര്യം എന്താന്ന് വെച്ചാൽ തുറന്നു പറ. എന്താ ഞാനത് പ്രത്യേകിച്ച് പറയണമെന്നുണ്ടോ? വേണ്ട, മേനൊന്നും സംസാരിക്കണ്ട. മുത്തശ്ശിയെങ്കിലും പറ, എന്താ ഇവിടെ സംഭവിച്ചത്? നീയും രാധികയും തമ്മിലുള്ള വിവാഹം ഞാൻ നിശ്ചയിച്ചു. അല്ല മുത്തശ്ശി, ഇത്ര പെട്ടെന്ന്? എന്താ, നിനക്ക് വല്ല എതിർപ്പുണ്ടോ? അതല്ല, ഇന്ന് വരെ ഞാൻ ഇവിടെ ആരെയും അനുസരിക്കാതിരുന്നിട്ടില്ലല്ലോ, പ്രത്യേകിച്ച് മുത്തശ്ശിയെ. പിന്നെന്താ ഇങ്ങനെ ഒരു ചോദ്യം? ചോദിക്കേണ്ട സാഹചര്യം ഉണ്ടാക്കിയ നീയാണ്. ഏതാടാ ഫോട്ടോ? ഫോട്ടോയോ? ഏത് ഫോട്ടോ? നിന്റെ പെട്ടിയിൽ നിന്നൊരു ഫോട്ടോ കിട്ടിയിട്ടുണ്ട്. ഏതാടാ പെൺകുട്ടി? പെൺകുട്ടിയോ? ഫോട്ടോയോ? എന്റെ പെട്ടിയിൽ? അതെ, നിന്റെ പെട്ടിയിൽ തന്നെ. എന്റെ പെട്ടിയിൽ അങ്ങനെ ഒരു ഫോട്ടോ വരാൻ വഴിയില്ലല്ലോ. ചിലപ്പോ എന്റെ വീട്ടിലെ നീ മിണ്ടരുത്. എന്നാലും എന്റെ കൊച്ചുകൃഷ്ണ, പൂച്ച പാല് കുടിക്കുന്ന ആരും അറിയില്ലെന്ന് കരുതിയോ? വല്യേട്ടനും ചേച്ചിയും മരിച്ച പിന്നെ കൈ വളരുന്നോ കാല് വളരുന്നോ എന്ന് നോക്കിയാ ഞങ്ങൾ ഓരോരുത്തരും നിന്നെ വളർത്തിയത്. ആ ഞങ്ങളോട് ഈ ചതി ചെയ്യണ്ടായിരുന്നു. ആരാരെ ചതിച്ചെന്നായി പറയുന്നത്? എവിടെയാ ഫോട്ടോ? ഞാനൊന്ന് നോക്കട്ടെ. എന്തിനാ പ്രത്യേകിച്ചിനൊരു നോട്ടം? ഞാനിത് കീറിക്കളഞ്ഞു. അതൊന്ന് കണ്ടിരുന്നെങ്കിൽ എന്തെങ്കിലും ഒന്ന് പറയാമായിരുന്നു. കാണാതൊന്നും നിനക്ക് പറയാൻ പറ്റില്ലല്ലേ? ആരുടെ മുമ്പിലാടാ ഈ ഉരുണ്ടുകളി? കൃഷ്ണ, കണ്ണേറ്റിൻകരയിലെ ആൺകുട്ടിയാണു നീ. ആരുടെ മുമ്പിലും സത്യം സത്യമായി പറയാനുള്ള ആണത്തം ഉണ്ടാവണം. എന്റെ ദൈവമേ, ഞാൻ എന്ത് പറയാനാ? ഒരു ഫോട്ടോ ഇത്രയും പ്രശ്നമായെങ്കിൽ ഇക്കണക്കിന് ഒരു പെണ്ണിനെ വിളിച്ചോണ്ട് വന്നിരുന്നെങ്കിലോ? കൊച്ചുകൃഷ്ണ,
ആ